ശ്രീ മുഹമ്മദ് റിയാസ്, തെരഞ്ഞെടുപ്പ് അധികാരം, മന്ത്രി കസേര, ഇതൊക്കെ മാത്രം സ്വപ്നം കാണുന്നവർ, ആഗ്രഹിക്കുന്നവർ മരണത്തെ പോലും ആഘോഷമാക്കി മാറ്റുകയാണ് കേരളത്തിൽ. ഇവിടെ നിഷ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം എന്റെ വായിൽ നിന്ന് കേൾക്കുന്നു പ്രതീക്ഷിക്കരുത്. അത് ഒരു വിവാദമാക്കി അത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ വലിയ രീതിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ് സംസ്ഥാനം മുഴുവൻ നടന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത നേതാവല്ലേ താങ്കൾ? എന്നിട്ടും താങ്കൾക്ക് അതിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയാത്തതിൽ ഒരു അനൗചിത്യവും തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. എല്ലാവരും മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ പ്രയാസമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും പ്രയാസമുണ്ട്. അത് നിഷക്ക് മാത്രം, അല്ലെങ്കിൽ മനോരമ ചാനലിന് മാത്രം, അല്ലെങ്കിൽ ശബരിനാഥനോ വി രാജേഷിനോ UDFനോ BJPക്കോ മാത്രം ഒരു പ്രയാസം എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത്. 8 ലക്ഷം ഒഴിവുകൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി. ഇവിടെ തസ്തികൾ വെട്ടിക്കുറക്കുന്നു. BSNL മാത്രം 1 ലക്ഷത്തിന്റെ അടുത്ത് ആളുകളുടെ വെട്ടിച്ചുരുക്കി. നിലവിലുള്ള 72,000 വെട്ടിച്ചുരുക്കി. ഇവിടെ മനോരമ ചർച്ച നടത്തിയിട്ടില്ല. നിഷ കണ്ണീരൊഴുക്കിയിട്ടില്ല. ചർച്ചകൾ നടന്നിട്ടില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവിടെ പ്രശ്നം പരിശോധിച്ചാൽ നിയമസഭയിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായതിനെ പറ്റി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ റിയാസ് തന്നെ അതിഥിയായ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനോരമ ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകരുത്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ അവരോട് ഉന്നയിക്കാം. ഏതായാലും നിങ്ങളത് പറഞ്ഞല്ലോ. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് 45 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായി എന്ന് പറയുന്നത് കേൾക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങളിലായാലും അത് റെക്കോർഡാണ്, ഏറ്റവും അധികമാണ്. ശബരിനാഥ് നിയമസഭയിൽ ഇതിന്റെ ചോദ്യവും ഉത്തരവും കേട്ടതും മനസ്സിലായതുമാണ്. എന്നിട്ടും അദ്ദേഹം ഇവിടെ അത് വീണ്ടും ആവർത്തിച്ചെങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 1,41,000-ഓളം പേർക്ക് നിയമനം ശുപാർശ നൽകി കഴിഞ്ഞു. ഇത് സർവകാല റെക്കോർഡാണ്. 4 വർഷം തികഞ്ഞപ്പോ ഇടതുപക്ഷ സർക്കാർ 5 വർഷത്തെ UDF ഭരണത്തെക്കാൾ 10,000-ലധികം നിയമനം നൽകി. അത്രയും വേണം. LP അധ്യാപക നിയമനം UDF 1,630 ആണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 7,322. UP അധ്യാപക നിയമനം UDFന്റെ കാലത്ത് 802 ആണെങ്കിൽ LDF സർക്കാരിന്റെ കാലത്ത് 4,446 ഇനി വായിക്കാൻ നിങ്ങൾ സമയം അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. വായിച്ചതും ശബരിനാഥനോ രാജേഷിനോ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കൂ. ജോലിയിൽ പ്രവേശിച്ചവരുടെ കണക്കുകളാണല്ലോ അല്ലേ? നിയമന ശുപാർശയുടെ അല്ലല്ലോ. പൂർണ്ണമായും ജോലിയിൽ പ്രവേശിച്ചവരുടെ കണക്കുകളല്ലേ ഇത്? അത് പിന്നെ ജോലിയിൽ പ്രവേശിച്ച നിഷക്ക് കൃത്യമായിട്ട് അറിയാലോ എങ്ങനെയാ നമുക്ക് ജോലി ലഭിക്കുന്നത്. അതിന് അഡ്വൈസ് മെമ്മോ അല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ NJD ലിസ്റ്റിൽ വരുന്ന കാര്യമല്ലല്ലോ. ഈ ആളുകൾ, ഇത്രയും ആളുകൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞല്ലോ എന്നാണ്. ഇവൻ ശരിയല്ല. അതും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് അറിയാതെയല്ലോ നിഷ ചോദിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. പക്ഷെ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇനി ഈ നിയമനങ്ങൾ അതിന്റെ ലിസ്റ്റ് വേറെയുണ്ട്. ചർച്ച തുടരുമ്പോൾ അനുവദിക്കുകയാണെങ്കിൽ പറയാം. സഖാവ് VS മുഖ്യമന്ത്രിയായപ്പോ ശരാശരി ഒരു വർഷം 50 ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ UDF വന്നപ്പോൾ അതിന്റെ പകുതിയായി കുറഞ്ഞു. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വന്നപ്പോൾ അത് വർദ്ധിച്ചു. ഇതറിയാത്തവരല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നതും, ഇതറിയാത്തവരല്ല ആങ്കറിംഗ് നടത്തുന്നതൊക്കെ അറിയാം. പക്ഷെ കേൾക്കുന്ന ജനങ്ങളോടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നിയമസഭാ സാമാജികനാണ്. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ സമുന്നതനായ നേതാവ് ചോദിച്ച ചോദ്യത്തിന് കിട്ടിയ മറുപടി, ആ മറുപടി ഉണ്ടായിട്ടും PSC വഴി നിയമനങ്ങൾ നടക്കുന്നില്ല ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുനിന്ന് ഒരു MLA ഒരു ചാനലിൽ വന്ന് ചർച്ച പറയാണ്. അതിനൊന്നുമില്ലേ. രണ്ടാമത്തെ പ്രശ്നം, തൊഴിലില്ലായ്മക്കെതിരെയും നിയമന നിരോധനത്തിനെതിരെയും ഒക്കെ തന്നെ ശബ്ദിക്കുന്ന രാജേഷിന്റെ പ്രസ്ഥാനവും രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും അതിരൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് കൂടി കടന്നു പോകുന്നത് കേരളത്തെ ബാധിക്കുന്നു. കേരളത്തിലെ ഉദ്യോഗാർത്ഥിക്ക്, കേരളത്തിൽ ലിസ്റ്റിലുള്ള UPSC കിട്ടിയ ഒരു യുവാവിന്, യുവതിക്ക് തൊഴിൽ കിട്ടുന്നില്ല.
എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ഒറ്റ കാര്യം കൂടി ശ്രീ റിയാസിനോട് ചോദിക്കാം. താങ്കൾ ഈ വേദനയുള്ള സംഭവമാണെന്ന് ആവർത്തിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിലിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘടന എന്നാണല്ലോ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോലി മതി, വർഗീയത വേണ്ട എന്ന പേരിൽ പ്രചാരണമൊക്കെ നടത്തിയ ആളുകളാണ്. ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ പരിശോധിക്കുമ്പോൾ ഓണാശംസ ഇട്ടിട്ടുള്ളവർ പോലും അനുവിന്റെ കുടുംബത്തിനൊരു അനുശോചനം അറിയിക്കുകയോ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തതായി കാണുന്നില്ല. അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കേണ്ട ഒരു സംഭവം പോലുമാണ് ഈ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ എന്ന് ഡിവൈഎഫ്ഐ കരുതുന്നില്ലേ? ഈ ഒരു ചെറുപ്പക്കാരന്റെ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും അനുദിനം ആത്മഹത്യ ചെയ്യപ്പെടുന്നവരും മരണപ്പെടുന്നവരും ഒക്കെ തന്നെ ദുഃഖകരമായ കാര്യമാണ്. അങ്ങനെ ദുഃഖകരമായ ഒരു സംഭവത്തിൽ ഒളിഞ്ഞു നോട്ടം പോലെ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ആരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടില്ല നോക്കുന്ന പണിയല്ല എനിക്കുള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ദുഃഖകരമായ സംഭവമാണ്. അങ്ങനത്തെ പണിയെടുക്കുന്നവരല്ല ഞങ്ങൾ. രാഷ്ട്രീയ ദുഃഖകരമാണ് എന്നുള്ളത് ദുഃഖകരമാണെന്ന് തന്നെ നിലപാടുകൾ അത് പിന്നീട് അവരുടെ ഭരണം വരുമ്പോൾ അവരെങ്ങനെയാണ് നിലപാടെടുക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായും മാധ്യമങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രായോഗികമാക്കുന്നുണ്ടോ, അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നത് പരിശോധിക്കും. അത് ഒളിഞ്ഞു നോട്ടമല്ല. അപ്പൊ നിഷി എന്താ പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ മുതൽ സാധാരണ പ്രവർത്തകൻ വരെ ഈ മരണത്തിലൊരു ദുഃഖമില്ല, വലിയ സന്തോഷത്തിലാണ്. താങ്കളുടെ സംഘടന ഈ വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടനം നടത്തിയവരാണ് ശ്രീ റിയാസ്. താങ്കൾ പോലും ഈ വിഷയത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ PSC യെ കുറിച്ച് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടിയെടുക്കുന്ന സംസ്ഥാനമാണിത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ നിഷ പോസ്റ്റ് ഇട്ടോ ഇല്ല എനിക്കറിയില്ല, ഞാൻ എത്തി നോക്കിയിട്ടില്ല. മലയാള മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? മലയാള മനോരമയുടെ ജോലി വാർത്ത കൊടുക്കലാണ് വാർത്ത ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ല വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര നടത്തിയവർ. അങ്ങനെ യാത്ര നടത്തിയവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ് നിഷി ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്തത്. ഈ ചർച്ച കഴിഞ്ഞിട്ട് നിഷയ്ക്ക് പ്രത്യേക അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്തതാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. എന്നാ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, മലയാള മനോരമയുടെ ഉടമ മുതൽ താഴെ ജീവനക്കാർ വരെ എന്തൊക്കെ പോസ്റ്റ് ഇട്ടെന്ന് നിഷ പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശരി, സമ്മതിച്ചു. മലയാള മനോരമയുടെ ഉടമയ്ക്ക് തുല്യമാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ പോസ്റ്റെങ്കിൽ ഞാനത് സമ്മതിച്ചു. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ശബരിനാഥൻ താങ്കളെ കുറിച്ച് ഉന്നയിച്ച വിമർശനത്തിന് മറുപടി പറയാം. അത് നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് നിങ്ങളോട് തിരിച്ചു പറഞ്ഞതാ. ഞാൻ പറയട്ടെ റിയാസ്, എന്റെ പൊന്നെ ഒന്ന് മിണ്ടാതിരിക്കാവോ? അങ്ങ് എന്താണ് പറഞ്ഞത്? ഈ മരണപ്പെട്ട അനുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ PSC കാരണമാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ആ മരണത്തിൽ പോലും നിങ്ങൾ സംശയങ്ങൾ പറയുകയാണ്. അത് വളരെ മോശമായി പോയി. ഇവിടെ ആളുകൾ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ പറയണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ മരിച്ച ഒരാളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിലും മരണപ്പെട്ടൊരു വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിൽ ഇകഴ്ത്തി താഴ്ത്തി കാണിക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് ഇവിടെ വെക്കാനുള്ളത്. വെറും പറയാ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ PSC പോസ്റ്റിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ കാര്യം പറഞ്ഞു. കുഴപ്പമായ നീ എന്തെന്ന് പറയാൻ പോയത്? കൃത്യമായ ചോദ്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എത്ര പേർക്ക് നിയമനം നൽകുകയുണ്ടായി? അതിന്റെ മറുപടിയായി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മുഖ്യമന്ത്രി പറയുന്നത് മുൻ സർക്കാരിന്റെ കാലത്ത് 1,54,238 പേർക്ക് PSC നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കും 5 വർഷം എടുക്കുമ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സർക്കാരിന്റെ സമയത്ത് 1,41,000 ആളുകൾക്ക് ശുപാർശ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നിയമന ശുപാർശകളും നിയമനങ്ങളും PSC മുഖാന്തരം UDF സർക്കാരിന്റെ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന രീതിയിൽ 2016 ജൂൺ 28 കൊടുത്ത ആ മറുപടി വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ആ പ്രസംഗത്തിൽ സർക്കാരിന്റെ നയങ്ങളിൽ പറഞ്ഞപ്പോഴും 1,41,000 ആളുകൾക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടൊരു 2 വാക്ക് അതിനോടൊപ്പം ഇന്ന് മരണപ്പെട്ട അനുവിന്റെ വേർപാടിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തും എന്നുള്ള ഒരു വരി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തത്? ഒരു മര്യാദ വേണ്ടേ? ശ്രീ മുഹമ്മദ് റിയാസ്, പറയാൻ സമയം തരണമെന്ന് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, സമയം കിട്ടുമെന്ന്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. ഇനി PSC നിയമനം, അതിന് കൃത്യമായി റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. നിങ്ങളുടെ കാലത്ത് എന്താ സ്ഥിതി?
ആ നിയമന നിരോധനം കൊണ്ടുവന്ന കാര്യവും മറ്റ് പിൻവാതിൽ നിയമനമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്ത് ശബരിനാഥ് എല്ലാ ലിസ്റ്റും എൻ്റെ ഉണ്ട്, വെറുതെ അങ്ങോട്ട് പോണ്ടെന്നുള്ളതുകൊണ്ടാ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുറിപ്പെഴുതുന്നു. ആ കുറിപ്പെഴുതുന്നതിന്റെ ഭാഗമായി അത് PSC വിഷയമാണെന്ന് വരുത്തി തീർത്ത് ദുഃഖകരമായ ഒരു സംഭവത്തെ കേരളത്തിൽ ഒരു ദിവസം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ആത്മഹത്യാ റേഷ്യോ കൂടുതലാണ്. നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തോ കാരണം ഉണ്ടായെന്ന് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായമുണ്ടോ? ഉത്തരം പറ. ഡിവൈഎഫ്ഐയിലെ ആരും അതിന്റെ അന്വേഷക സംഘത്തിൽ നിലവിലില്ല, ഞാനില്ല, സംസ്ഥാന ഭാരവാഹികൾ ആരും ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അന്വേഷക സംഘം ജോലിയില്ലായ്മ എന്ന് എഴുതി വെച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും റാങ്ക് ലിസ്റ്റ് റദ്ദായി പോയി, ജോലി കിട്ടാത്തതാണ് വിഷമം എന്നുള്ളതാണ് നിലവിൽ കേരളത്തിന് മുന്നിലുള്ള വസ്തുത. അതിലൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് താങ്കളാണ്, അതായത് PSCയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉള്ളതായുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതും പൊതുസമൂഹം അറിയേണ്ടതാണല്ലോ. എന്താണ് നിഷായി പറയുന്നത്? ഇങ്ങനെയൊക്കെ ഒരു ചർച്ച കൊണ്ടുപോകാൻ പാടില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയുടെ കാരണം എന്ത് എന്ന് പറയാൻ ഞാൻ ആളല്ല. ആത്മഹത്യയുടെ കാര്യം എന്താണെന്ന് പറയാൻ ശബരിനാഥും ആളല്ല, VV രാജേഷും ആളല്ല, നിഷയും ആളല്ല, ഞാനും ആളല്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? അന്വേഷക സംഘം അന്വേഷിക്കട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞതിനെ 100% വിശ്വാസമാണ്. കാരണം ആ ചെറുപ്പക്കാരന് കടുത്ത നിരാശയുണ്ടായിരുന്നു ജോലി കിട്ടാത്തതിന്റെ കാര്യത്തിൽ. അതും പോരാഞ്ഞ് ആത്മഹത്യയെ കുറിപ്പ് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതിൽ ഡിവൈഎഫ്ഐക്ക് എന്താണ് ഒരു സംശയം എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയാമല്ലോ. ഇതൊരു നടത്തു പോണ മാതിരില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആത്മഹത്യ ഇന്ന കാരണമാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല, അത് അന്വേഷിക്കട്ടെ. എന്തായാലും തൊഴിൽ കിട്ടാത്തതാണെന്ന് അതിന് കുറിപ്പിനകത്തുണ്ട്. ദുഃഖകരമാണ്. എന്നിട്ട് അപ്പോ തൊഴിൽ കിട്ടാത്തതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിൽ തന്നെ നൽകിയ മറുപടി, 8 ലക്ഷത്തോളം ഒഴിവുള്ളത്, BSNL നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത്, രാജ്യത്ത് UPSC നിയമനമില്ലാത്തത്, ഇതൊക്കെ ആ ചെറുപ്പക്കാരനെ അലട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അത് രാജേഷിനും ശബരിനാഥിനും നിഷക്കും എനിക്കും അറിയില്ല. ആകെ എഴുതിയത് തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അത് പല ഈ കോവിഡ് കാലത്ത് അത് രൂക്ഷമാണ്. രാജ്യത്ത് ആത്മഹത്യ പ്രത്യേകിച്ച് 25 to 30 ഏജ് ഗ്രൂപ്പിൽ വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയും താങ്കൾ കാണുന്നു അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയുടെ കാരണം എന്തെന്നാണ്, പല കാരണങ്ങളുണ്ട്. വളരെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യണം നിഷയെ. കാരണം ഈ രാജ്യത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, തൊഴിൽ കിട്ടാത്തതും തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നത്, അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിഷ ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് തോന്നി. വളരെ കറക്റ്റാണ്. UPSC, റെയിൽവേ, ഇതുപോലുള്ള കേന്ദ്ര സംവിധാനങ്ങൾ തൊഴിൽ നൽകാത്തത് വളരെ അവിടെ നിഷ അങ്ങനെ ക്ലിയർ. ഞാൻ തെറ്റിയത്, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. നിഷയും കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറഞ്ഞു തുടങ്ങിയോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാ സർക്കാരിനെതിരെയും ചോദ്യങ്ങൾ ചോദിക്കും. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചോണ്ടാണ് ഞാൻ അപ്പൊ ഇടപെട്ടത്. ഞാൻ അങ്ങനെ ഇടപെടുന്ന ആളല്ല. ഞാൻ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് കാരണം കേരളത്തിലെ യുവജനങ്ങൾ പ്രതിസന്ധിയിലല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തൊഴിൽ നയമാണ് രാജ്യത്താകെ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള തൊഴിലില്ലായ്മയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ടീമിനുമാണ് എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ടീമിനുമാണ് എന്നും CPM ഡിവൈഎഫ്ഐക്ക് അഭിപ്രായമുണ്ടോ? അതിപ്പോ അങ്ങനെയൊന്നും. കേരളം ഇംഗ്ലണ്ടിന്റെ ഭാഗമല്ലല്ലോ, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് PSC വഴി സർവകാല റെക്കോർഡോടുകൂടി നിയമനം നടത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗാർത്ഥി എഴുതി വെച്ചതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ടീമിനാണ് എന്ന് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായമുണ്ടോ? പറയട നാട്ടുകാരോട്. ഉദ്യോഗാർത്ഥികളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണോ നിഷ? അവരുടെ വികാരം ഇതാണെന്ന്? അവരുടെ വികാരം ഇതല്ല. എന്നാൽ ഈ മരണത്തെ പോലും ആഘോഷമാക്കുന്ന അധികാര കൊതിയന്മാർ, ഇതാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. മരണത്തെ പോലും ആഘോഷമാക്കുന്ന അധികാര കൊതിയന്മാർ കോൺഗ്രസിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാനിവിടെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനമാക്കിയാണെന്ന് കൂടി ഒന്ന് പറയാമോ? CPIMന്റെ പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു. CPIMന്റെ പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പല കാര്യങ്ങളിലും ബദലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിഷ വായിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ PSC നിയമനം വഴി ആളുകളെ
ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിട്ടുണ്ട്. എന്തേ അത് നിഷ അത് വായിക്കാത്തത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം പൂർത്തീകരിക്കട്ടെ നിഷ. ഞാൻ കാണിക്കില്ലല്ലോ ശ്രീ മുഹമ്മദ് റിയാസ്. റിയാസ്, ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിവില്ലാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചു. ഒരു വ്യക്തി തന്നെ 5 or 10 റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടും. ഈ 10 റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏറ്റവും മിടുക്കരായവർക്ക് 10 അഡ്വൈസ് മെമ്മോ പോയും. ഈ പോകുന്ന എല്ലാത്തിനെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വലിയ കണക്ക് പറഞ്ഞിട്ട് ഇത്രയും പേർക്ക് ജോലി കൊടുത്തു, ഇത്രയും പേർക്ക് ജോലി കൊടുത്തു. എന്റെ റിയാസ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുമോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? റിയാസിന് പറയാമോ പെർമനന്റ് ജോലി പിണറായി വിജയൻ ഗവൺമെന്റ് വന്നിട്ട് എക്സൈസിൽ, പോലീസിൽ ഞങ്ങൾ ഇത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ഉറക്കം വരുന്നു? എന്നിട്ട് പറയുകയാ കേരളത്തിൽ 23 മെമ്പർമാരെ വച്ചിരിക്കുന്നത് ജോലി ഭാരമാണെന്ന്. ഇവരാ ജോലി കൊടുക്കുന്നത്. ഈ PSC മെമ്പർമാർ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നു കൊണ്ട് നിലവാരമുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ ഒരു PSC മെമ്പർക്ക് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു മാസം മുടക്കുന്നത്. 1.5 കോടി 2 കോടി രൂപ 21 PSC മെമ്പർമാരെ എന്തിനാണ് വച്ചിരിക്കുന്നത്? ജോലി ഭാരം കൂടുതലെന്ന്. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ ബോർഡിൽ ഉദ്യോഗസ്ഥരെ വെച്ചാൽ പോരെ? റിയാസ് ഒരു കാര്യം ചെയ്തോ, ഇത്രയും കണക്കുകളായിട്ടല്ലേ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഞങ്ങൾ ഇത്ര പേർക്ക് ജോലി നിയമനം നടത്തി, അവർ ശമ്പളം വാങ്ങിക്കൊടുക്കും. നിങ്ങൾ പറയൂ. അതിന് തന്നാരും വിളിച്ചില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.